ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റും അരിപ്പടിയും തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സ്വീറ്റ്സ് റെസിപ്പിയുമായിട്ടാണ്. എന്നാൽ ഈ അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ സ്വീറ്റ്സ് റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കാനായി രണ്ട് വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേവിച്ചെടുക്കാം. ക്യാരറ്റ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. ഇതാ ക്യാരറ്റ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിവിടെ മാറ്റി വെക്കാം. പിന്നീട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഈ അരച്ച് വെച്ച ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇത് പിന്നീട് കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. ഈ ക്യാരറ്റിൻ്റെ പേസ്റ്റിൽ തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ നിന്ന് തന്നെ കുഴച്ചെടുക്കാൻ കഴിയും. ക്യാരറ്റിൻ്റെ കൂട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് ഒഴിച്ചൊന്നുകൂടി കുഴച്ചെടുക്കാം. പിന്നീട് ഇതിൽ നിന്നും ഓരോ ഉരുളകളിങ്ങനെ എടുത്ത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഉള്ളം കൈയിൽ ഇതുപോലെ വെച്ച് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. അതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നാൽ ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. കുട്ടി കുട്ടി ബോൾസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റൗ మీద വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ്, ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ആ നെയ്യിലേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു തേങ്ങയുടെ 2ാം പാൽ എടുത്തിട്ടുള്ളതാണിത്. തേങ്ങ ചിരകി ഒരു ഇളം ചൂടുവെള്ളത്തിൽ മിക്സിയിലെ ജാറിലിട്ട് കറക്കിയെടുത്ത് എടുത്തിട്ടുള്ള 2ാം പാലാണ്. അതൊഴിച്ച് കൊടുക്കാം. ഈ 2ാം പാലിൽ ഈ ബോൾസ് ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിവിടെ തിളച്ച് വരുന്നുണ്ട്. ആ ക്യാരറ്റ് ബോൾസ് ഇതിൽ കിടന്ന് കുറച്ച് കട്ടിയാവാൻ തുടങ്ങുന്നുണ്ട്. ഇനി നമുക്കതിലേക്കൊരു ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഇനി ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. അത് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലാണ്. ഒന്ന് കട്ടയില്ലാതെ ഇളക്കി കൊടുക്കാം. കട്ടയില്ലാതെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് ഈ സ്വീറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം. കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടയാവും. അതുകൊണ്ട് തുടരെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് അതിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബോൾസൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിവിടെ നല്ലതുപോലെ തിളച്ച് വന്ന് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. പിഞ്ച് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. പിന്നീട് ഇതിലേക്ക് ഒരു 4-5 ഏലക്ക ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് 1 കപ്പ് 1ാം പാലാണ്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു തിള വരട്ടെ. ഇതിവിടെ ലൂസായി വന്നിട്ടുണ്ട്. ഈ ക്യാരറ്റ് ബോൾസ് ഇവിടെ നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി അധികം തിളക്കാൻ പാടില്ല. നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തിട്ട് കൊടുക്കാം. അതിനായി ഞാൻ സ്റ്റൗ మీద ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ്, അതൊഴിച്ച് കൊടുക്കാം. ഒരു 10 അണ്ടിപ്പരിപ്പാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പിട് ഫ്രൈ ആയി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് റൈസിൻസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വീർത്ത് വരണം. ഇതിവിടെ വീർത്ത് വന്നിട്ടുണ്ട്. ഇതാ നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യോടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ കുറച്ച് ഈത്തപ്പഴമാണ്, ചെറുതായി കട്ട് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇതാ ഞാനിതൊരു സർവിങ് ബൗളിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ക്യാരറ്റ് ബോൾസ് കൊണ്ടുണ്ടാക്കിയ സ്വീറ്റ്സ് ഇവിടെ റെഡിയാണ്. എന്നാൽ എല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. ക്യാരറ്റ് പുഴുങ്ങി അരച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ പച്ച ചുവയൊന്നും ഉണ്ടാവുകയില്ല. തേങ്ങാപ്പാലിലാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്കെന്നാൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.